മഹാഗുരുശരണം. ഇന്ന് 2025 ജൂൺ മാസം 13-ാം തീയതി ഞാനിടുന്ന വീഡിയോ ആണ്. രാത്രി 10 മണിക്കാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഫോളോ ചെയ്യുന്ന മിക്കവരും ശ്രീബായി ആൻഡ് സംഘമിത്ര ഇവരെ അറിഞ്ഞു കാണും. സഹോദരങ്ങളാണ് ഇവർ. ബാബാജി ഡിവോട്ടീസാണ്. ശ്രീ മഹാവതാർ ബാബാജി ഡിവോട്ടീസാണ്. നാഥപരമ്പരയെക്കുറിച്ച് ജ്ഞാനമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. അതുകൂടാണ്ട് ഫേസ്ബുക്കിൽ കോടി കോടി പ്രണാംസ് ബാബാജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും ഇവർ സജീവമാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന പലവരിൽ നിന്നും പല സൂചനകൾ കിട്ടും. ആ സൂചനകൾ കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന സ്രോതസ് ഇവർ കൂടിയാണ്. ഇവരിൽ നിന്ന് കുറേയധികം സൂചനകൾ എനിക്ക് കിട്ടും. അത് തന്നെ പഴനി യാത്രയാണെങ്കിലും തിരുവണ്ണാമല യാത്രയാണെങ്കിലും എല്ലാം കുറേ കണക്ഷൻസ് കിട്ടും. അത് എൻ്റെ ആ സ്റ്റാറ്റസ് വായിച്ചവർക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഞാനിപ്പോൾ അത് ഷെയർ ചെയ്ത് തുടങ്ങി. സ്റ്റോറിയിൽ മനസ്സിലായി കാണും. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ വടക്കംപറവൂർ സ്ഥലത്ത് പോയിരുന്നു. വടക്കംപറവൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ. അവിടെ പോയിട്ട് അവിടെ നിന്ന് മുസിരിസ് പട്ടണം അല്ലെങ്കിൽ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് അവിചാരിതമായിട്ട് പോകേണ്ടി വന്നു. അവിടെ പോയി അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീബായി എഴുതിയ ലേഖനത്തിൽ ഗ്രഹചികിത്സ, പൈസാർ നടത്തുന്ന ഗ്രഹചികിത്സ, നവഗ്രഹങ്ങളുടെ ഗ്രഹചികിത്സ എന്നുള്ള ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതുകൂടാണ്ട് പറയാം, ഗൗഡസാരസ്വത ബ്രാഹ്മണരെക്കുറിച്ചും അദ്ദേഹം കുറേ കളക്ഷൻസ് എടുത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പിന്തുടരുന്ന സത്യനാരായണ പൂജ, അതിനെക്കുറിച്ച് സത്യനാരായണ വ്രതപൂജ എന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സത്യനാരായണ വ്രതത്തെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഗ്രഹചികിത്സ എന്നുള്ളത് വളരെയധികം ഇന്ന് അദ്ദേഹം ഇട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു എന്തെങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇത് സ്റ്റാറ്റസിലിടുന്നതിന് പകരം ഇത് യൂട്യൂബ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം അതാകുമ്പോൾ കുറേയധികം ആൾക്കാരിലെത്തും. നമ്മൾ ജീവിതം രണ്ട് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് നവഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് നമ്മൾ ജനിച്ചു വീണ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നവഗ്രഹങ്ങളുടെ സ്വാധീനം ഏറ്റുവാങ്ങുന്ന ഭൂമി ഒരു ഗ്രഹമാണ്. ഈ ഭൂമിയിൽ ഒരു ഗ്രഹം നിർമ്മിച്ച് നമ്മൾ വസിക്കുന്നു. അപ്പോൾ പോകുന്നവരുടെ എല്ലാം നമ്മൾ പല ജന്മങ്ങളിലെ കാർമിക്സാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ അതിന് ഹേതുവാകുന്നത്, അതിനെ കുറിച്ച് ഇത് ചെയ്യുന്നത് ജാതക ഗ്രഹനിലകളാണ്. അവിടെ അത് നിൽക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം, ഇത് നിൽക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ പ്രശ്നമെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ. ആ സമയത്ത് സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജന്മം കിട്ടി എന്നുള്ളതാണ്. ആ നക്ഷത്രത്തിൽ ജന്മം കിട്ടി, നമ്മൾ അതിൻ്റെതായ സപ്ലി എഴുതുവാനായിട്ട് ജന്മമെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് പിറക്കുന്ന ഗ്രഹം, കുടുംബം, അതിലെ സ്വാധീനങ്ങളും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ വീടുകളിൽ, 2 വീടുകളിൽ അവിടെ ഒന്ന് അവരുടെ അപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഇന്ന ദശാകാലമായപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. പക്ഷേ വേറെ നോക്കുമ്പോൾ അവിടുത്തെ അവർ വസിക്കുന്ന വീട്, ഗ്രഹം, അതിനും പ്രോബ്ലമുണ്ട്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ഗ്രഹചികിത്സ എന്ന് പറഞ്ഞ കാര്യം വളരെയധികം ശരിയാണെന്ന് പറയേണ്ടത് എനിക്ക് തോന്നി. അതിൽ പറയാൻ പോയി കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ഞാൻ തുടർന്ന് സത്യനാരായണ വ്രതം പൂജ, അതിനെക്കുറിച്ച്, അതുപോലെ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഈ ഗ്രഹ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ വടക്കൻ ജില്ലയിലുള്ളൊരു അവർ വീട് വെച്ച് കുറച്ച് വർഷങ്ങളായി. പക്ഷേ അവിടെ എല്ലാം ഇതുകൊണ്ട്, പക്ഷേ എന്തോ ഒരു ന്യൂനത അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ് വേറൊരു ഇടത്തേക്കുള്ള യാത്രയിൽ പെട്ടെന്ന് അവിടെ ഇറങ്ങി. രാവിലെ ഇറങ്ങി വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോസിറ്റിവിറ്റി കുറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് തൽക്കാലം ഒരു കൃത്യമായ ഒരു ബൈപ്പാസ് ചെയ്യാനുള്ള വിദ്യ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, സൂത്രം. അപ്പോൾ അത് വാസ്തു ശാസ്ത്രമനുസരിച്ച് അത് എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ ആദേശമനുസരിച്ച്, ഗുരു തന്ന ആജ്ഞ അനുസരിച്ച്, അദ്ദേഹം അനുഗ്രഹിച്ച് തന്ന ചില അറിവ് വെച്ച് ചില സൂത്രപ്പണികൾ അവിടെ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. ആ സൂത്രപ്പണി അവിടെ ചെയ്യാൻ പറഞ്ഞു. കാര്യം വീട് കുറേ പൊളിക്കാനോ അത് ചെയ്യാനൊന്നും സാധ്യതയല്ല. ആ വീട്ടിൽ തന്നെ താമസിക്കണം. പക്ഷേ അതിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. പൂജ മന്ത്രതന്ത്രങ്ങളൊന്നുമല്ല കേട്ടോ, ഇത് വേറെ. ആ വീട് കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് എന്താണ്. പക്ഷേ അത് ചെയ്തതിൻ്റെ 50% അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ 50% ചെയ്തപ്പോൾ അതിന് വീട്ടിൽ നല്ല മാറ്റം ഉണ്ടെന്ന് അവരറിയിച്ചു.
അതുപോലെയാണ് ഇന്നലെ വിസിറ്റ് ചെയ്ത വീട്ടിലെ ഒരെണ്ണത്തിൽ. ആ വീട് 22 വർഷം മുമ്പ് നിർമ്മിച്ചതാണ്. ആ 22 വർഷം മുമ്പ് വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഗ്രഹനാഥൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് പല ആൾക്കാർ വന്ന് പല പരിഹാരങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ ഗുരുവിനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം അവർ ഇത് ചെയ്തു. അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ വീട്ടമ്മ പറഞ്ഞു, സാറേ ദക്ഷിണ എന്ന് പറഞ്ഞു, ചേട്ടാ ദക്ഷിണ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദക്ഷിണ വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ പൊറുക്കില്ല. ആ അവസ്ഥയാണ്. നിങ്ങളിത് ചെയ്യൂ, നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടട്ടെ, എന്നിട്ട് ദക്ഷിണ ഞാൻ വന്ന് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പല കാര്യങ്ങളിലും പിന്നെ മൂന്നാമതൊരു വീട്ടിൽ പോയത് അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അത് അറിഞ്ഞ് ഏറ്റുവാങ്ങി വെച്ചിരിക്കുക. അത് പോട്ടെ. അപ്പോൾ പല കാര്യത്തിലും അദ്ദേഹം പറഞ്ഞ ഗൃഹചികിത്സ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രീബായി സംഘമിത്ര അവരുടെ ലേഖനങ്ങൾ എനിക്ക് എഴുതുന്നത് ഞാൻ എൻ്റെ ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അത് തന്നെ ഫേസ്ബുക്കിലേക്ക്, വാട്സാപ്പിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യല്ല, അത് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ നേരത്തേക്കാണ്. മിക്കതും സ്ക്രീൻഷോട്ടുകളാണ്. കാണുക, വായിക്കുക. കാര്യം ഒരു ദിവസം മിനിമം കുറഞ്ഞത് 40-50 മെസ്സേജുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അവരുടേത് ഒരു ലേഖനമായിരിക്കും, അത് 3-4 പീസായിട്ട് ഇതിടുകയാണ്. പക്ഷേ അല്ലാണ്ട് കുറേയധികം ആൾക്കാർ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ ജീവിതം മാറിയ അനേക ആൾക്കാർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ദയവ് ചെയ്ത് ദൈവം എന്ന് പറയുന്ന ആ ശക്തി നമുക്കൊരു ദോഷവും വരുത്തുന്നില്ല. നമ്മുടെ കാർമ്മികമാണ് ദോഷം വരുത്തുന്നത്. നമ്മുടെ കാർമ്മികമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന് രക്ഷപ്പെടാൻ എളുപ്പവും ലളിതവുമായ മാർഗങ്ങളുണ്ട്. ഒറ്റ കാര്യം നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പ.